ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇഗ്നോയുടെ 2024 ജാനുവരിയിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസംബർ 15 തുടങ്ങിയതാണ്. ലാസ്റ്റ് ഡേറ്റ് ജാനുവരി 31 ഈ പറഞ്ഞേക്കുന്ന എല്ലാ അഡ്മിഷനും ഡയറക്റ്റ് അഡ്മിഷനോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് കുറച്ച് പ്രോഗ്രാം എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ മാത്രമാണ് ഇഗ്നോയ്ക്കകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളതാണ് BEd, BSc നഴ്സിംഗ്, PhD. അപ്പോൾ ഓൾറെഡി BEdൻ്റെ BSc നഴ്സിംഗിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, കണ്ടോളൂ. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് PhDനെ പറ്റിയിട്ടാണ്. PhDക്ക് ജോയിൻ ചെയ്യാനാണെങ്കിലും ഡയറക്റ്റ്ലി പറ്റില്ല. നമ്മൾ എൻട്രൻസ് എഴുതി പാസ്സായിട്ടൊക്കെയാണ് ഇഗ്നോയിൽ PhDക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് മാത്രം ചെക്ക് ചെയ്ത് പോവാം. ഇഗ്നോയുടെ ഒഫീഷ്യൽ സൈറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അലേർട്ട് സെക്ഷൻ ഉണ്ട്. അതിനകത്ത് അഡ്വർടൈസ്മെൻറ്റ് ഫോർ അഡ്മിഷൻ PhD, BSc നഴ്സിംഗ്, BEd എന്നൊക്കെ പറഞ്ഞൊരു ലിങ്ക് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം ലിങ്ക്സ് ഉണ്ട്. ഇവിടെ നമ്മൾ PhD ആണ് നോക്കുന്നത്. അപ്പോൾ PhD അഡ്മിഷൻ അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഈ ഒരു PDF ആണ്. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന എല്ലാ PDFും അതുപോലെ PhDക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ലിങ്കും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടെലിഗ്രാം ചാനലൊക്കെ ഷെയർ ആക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് അഡ്മിഷൻ അല്ല, എൻട്രൻസ് എഴുതണം. അപ്പോൾ എൻട്രൻസിന് രജിസ്റ്റർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസംബർ 12 തൊട്ട് തുടങ്ങിയതാണ്. ലാസ്റ്റ് ഡേറ്റ് December 31. അപ്പോൾ നിങ്ങൾക്ക് എൻട്രൻസിന് അപ്ലൈ ചെയ്യാൻ December 31 വരെ അവസരമുണ്ട്. പിന്നെ എൻട്രൻസിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത് January 7 3 മണിക്കൂറുള്ള ഒരു എക്സാം ആണ് കേട്ടോ ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ 2 ടൈപ്പ് എലിജിബിലിറ്റി ആണ് വരുന്നത്. ഫസ്റ്റ് ടൈപ്പ് വന്നിട്ടുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഡിഗ്രിക്കകത്ത് ഒരു 4 വർഷത്തിൻ്റെ ഡിഗ്രിയോ അല്ലെങ്കിൽ 8 സെമസ്റ്റർ ഉള്ള ഒരു ഡിഗ്രി, അതായത് ഇപ്പം എൻജിനീയറിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ PG ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആക്കണം. അല്ലെങ്കിൽ 2 സെം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, PhDക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഡിഗ്രിക്കകത്ത് 75% നിങ്ങൾക്ക് മാർക്കുണ്ടെങ്കിൽ ഈ ഒരു PhDക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. SC, ST, OBC, നോൺ ക്രിമിനലിന് 5% അതിൽ റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. അതായത് അവർക്ക് 70% ഈ പറഞ്ഞേക്കുന്ന ആ എൻജിനീയറിംഗ് ഡിഗ്രിക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, എലിജിബിൾ ആണ്. ഇനി രണ്ടാമത്തെ എലിജിബിലിറ്റി വരുന്നത്, നിങ്ങൾ 3 വർഷത്തിൻ്റെയോ അല്ലെങ്കിൽ 6 സെമസ്റ്റർ ഉള്ള ഒരു ഡിഗ്രി ആണ് പഠിച്ചെങ്കിൽ നിങ്ങൾ PG ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രം പോരാ, നിങ്ങൾ PG കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, PhDക്ക് എലിജിബിലിറ്റി ഉള്ളൂ. അപ്പോൾ പെർസെൻറ്റേജ് വരുന്നത് PGക്കകത്ത് 55% മാർക്കുണ്ടെങ്കിൽ അവർക്ക് PhDക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലും നമുക്ക് റിസർവേഷനുണ്ട്. SC, ST, OBC, നോൺ ക്രിമിനലിന് 50% ആണെങ്കിലും PhDക്ക് എലിജിബിൾ ആണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ PhDയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ PDFും ഡോക്യുമെൻറ്റ്സൊക്കെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. ലിങ്ക്സും കാര്യങ്ങളും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളത് വായിച്ചിട്ട് ചെയ്യാം. നമുക്ക് തന്നെ PhDക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് PhDയുടെ എൻട്രൻസിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് PhD അഡ്മിഷൻ പോർട്ടൽ ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാ ഇവിടെ മുകളിലൊരു 3 ബാർ ഉണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ന്യൂ രജിസ്ട്രേഷൻ ഉണ്ട്. ആ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തിട്ട് നമ്മുടെ SSLC ബുക്കിലുള്ള പോലെ ഫുൾ നെയിം കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ആക്റ്റീവായിട്ടുള്ള മെയിൽ ID കൊടുക്കുക, പിന്നെ പാസ്വേഡൊക്കെ സെറ്റ് ചെയ്യുക, മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൈമറി രജിസ്ട്രേഷൻ ചെയ്യാം. പിന്നെ കുറച്ചധികം സ്റ്റെപ്സ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നീട് വരുന്നത്. അത് അതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എൻട്രൻസിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ കുറേ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ നൽകുന്നുണ്ട് കേട്ടോ. അതൊക്കെ വായിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അഡ്മിഷൻ എടുക്കാനും.